തിരുവോണ സദ്യയൊക്കെ പലരും കഴിച്ചു കഴിഞ്ഞു മനസ്സിലായി. നമുക്കും സദ്യ കഴിക്കാൻ നേരമാകുന്നു. അപ്പോൾ ഇനി നമുക്ക് പി ജെയിംസ്, അദ്ദേഹം നമ്മുടെ നിരീക്ഷകനായിട്ട് ഒരു നിമിഷത്തിൽ പങ്കെടുത്താണ്. അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് സ്ക്രീനിൽ ആ ഗിഫ്റ്റ് ഇപ്പോൾ കാണും. പ്ലേ. എന്തോ പാരയാണ്. പാരയൊന്നുമില്ല, നല്ലതാണ്. നല്ല ഒരു മനോഹരമായ ഇതാണ് നല്ല രസമുള്ള നല്ല രസമുള്ള ചിത്രമാണ്. മാത്രമല്ല മുണ്ടിന്റെ താഴെ കണ്ടില്ലേ ചെറിയൊരു നന്നായിരിക്കുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ പിക്ചർ. ഈ വർഷത്തെ യഥാർത്ഥ ലോക ഫോട്ടോഗ്രാഫി അയക്കാവുന്നതാണ്. നന്നായിരിക്കുന്നു. അന്താരാഷ്ട്ര വാർത്ത പറയാൻ പറ്റിയ ആളിന്റെ നല്ല കോസ്റ്റ്യൂമാണിത്. ഇത് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ ചോദിച്ചായിരുന്നു ഈ ഫോട്ടോ വീട്ടിൽ നിന്ന് ട്രെയിനിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ മുണ്ടാണോ ഉടുത്തിരിക്കുന്നതെന്ന് പലരും ചോദിച്ചായിരുന്നു. ഇതേ ഈ ചിത്രം ഞാൻ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. ഞാൻ കോട്ടിന്റെ താഴെ മുണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അവരോട് സത്യസന്ധമായി വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ മടക്കി കുത്തിയത് പറഞ്ഞായിരുന്നു. മടക്കി കുത്തിയത് പുറത്തിറങ്ങിയപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് മടക്കി കുത്താവോ എന്ന് ആ ഫോട്ടോഗ്രാഫർ കാലില് ചതിയൻ ചന്തുവിനെ എനിക്കറിയാം. ഈ കാലിൽ നീർക്കോലി ചുറ്റിയ സാധനം ചുറ്റിയ ആ സമയത്ത് ഇങ്ങനെ സർപ്രൈസുകൾ പിപിക്ക് നൽകി. നല്ല ഗിഫ്റ്റ് അല്ലേ പിപി? ഇത് ഇത്തിരി കടന്നുപോയി. ഇതേ കമ്മത്തിലെ ഈ മമ്മൂട്ടിയും ദിലീപും മമ്മൂക്കയുടെ വേഷമാണത്. കമ്മത്തൻ ഓക്കെ. ഇതിനകത്ത് ആര് മമ്മൂട്ടി ആര് ബി പി ചെയ്യും? അയ്യോ മമ്മൂക്ക എവിടെ നിൽക്കുന്നു? എന്തായാലും നന്നായി. മോഹൻലാലിന്റെ ആരാധകർ കേൾക്കണ്ട അല്ലേ? ഓക്കെ ശരി. അപ്പൊ നമുക്കിനി ഈ മലബാറിലെ ഓണപ്പൊട്ടനെ ഓണപ്പൊട്ടനെ കുറിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഓണസമയത്തുള്ളതാണ് ഈ ഓണപ്പൊട്ടൻ. എല്ലാ പറയുന്ന പോലെ വീടുകളിലൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യവും സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് നമുക്കുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അതിഥി വന്നിട്ടുണ്ട്. അതിഥിയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആതിഥേയ കുടുംബകലകം ഉണ്ടാക്കാറില്ല ബി പി. ഇത് ഇന്ന് ഞാൻ നാളെ നീ. അല്ല പി പി സാർ ഇന്ന് തന്നെയുണ്ട്, ഇന്ന് വൈകിട്ട് തന്നെയുണ്ട്. ഇന്നെ എന്റെ ഭാര്യ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക. അവരെന്നും ഒറ്റയ്ക്കായിരുന്നല്ലോ. ഒരു നിമിഷം സാറിനൊരു ടാസ്ക്. സ്വഭാവിയും സാധാരണഗതിയിൽ പാല് കഴിക്കുന്നവളുമാണ് എന്റെ ഭാര്യ. 48 ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നത്. -2 അല്ലേ? ജനിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കല്യാണം? അത് യാഥാർത്ഥ്യം തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇത് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല ബേബി.